നിന്റെ ഈ വീട് കൊള്ളാലോ. സജി നീ ഇരിക്കും, ഞാനിപ്പോ വരാം. എന്താടാ എന്തുപറ്റി? മഹാദേവന്റെ വക്കീലല്ലേ, അവനെ ഞാൻ തട്ടി. സത്യമാണോ? പോലീസുകാരൻ അന്വേഷിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഇവിടെ വന്നേ. ഒരുത്തനെ മാത്രമേ കൊന്നുള്ളൂ. എല്ലാത്തിനെയും വെട്ടിഞ്ഞുറുക്കി എറിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? പോയി കൊന്നിട്ട് വാടാ. പേടിത്തൂറികളാവന്മാര്. അതാ നിന്നെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നേ. ഇവിടെ മുന്നേ നീ ഇവിടെയാണോ ഉള്ളത്? അവിടെ തന്നെ നിൽക്കും, ഞാനതാ വരുന്നു. ചിന്നു ഞാനും ചേർന്ന് നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാമോ? ചിന്നുവിന്റെ വീടാണ് ഇത്. ഈശ്വര, നിന്നെ അവസാനം കണ്ടെത്തിയല്ലോ. ചിന്നു ഇതാ മുന്നേ. ഞാൻ പറയുന്നേക്ക്, ഒന്ന് മിണ്ടാതിരിക്ക്. അതല്ലടാ ചിന്നു. നീ വാ, വരാനല്ലേ പറഞ്ഞത്. വാടാ ഇങ്ങോട്ട്. എനിക്കറിയാം, എന്നെ അറിയാം. നീ ഒന്ന് വാ. ഇപ്പൊ ഇവിടെ ആരും മുന്നാന്ന് വിളിച്ചില്ലേ? മുന്നേ അപ്പൊ ഇവിടെ ഉണ്ടല്ലേ? സജി എവിടെ? സജി വിളിച്ചത് ഞാൻ കേട്ടതാ. സജി, സജി, നിങ്ങൾ എന്തോ മറിക്കുന്നുണ്ട്. മുന്നേ കണ്ടോണ്ടാ സജി വിളിച്ചത്. ആരാ മുന്ന? സജി, നീ പറ, ആരാ എന്റെ മുന്ന? നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന അവരാണോ? പറ മുന്ന, മുന്ന, മുന്ന. ആരും മുന്നെന്ന് വിളിച്ചത് ഞാൻ കേട്ടു. നിന്റെ മുന്ന ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ ഈ വീട്ടിൽ തന്നെ അവനുണ്ട്. എന്നെ വിട്ട് നീ പോകുമെന്ന് വിചാരിച്ചിട്ടാ ഇത്രയും കാലം ഞാനത് മറച്ചു വെച്ചത്. എന്റെ മുന്നേ ഏട്ടനറിയാവോ? മുന്നേ ഏട്ടനറിയാവോ? നീ വാ മോളെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അവളുടെ ഏട്ടനോട്. അതല്ല ഞാൻ പറയുന്നത് കേക്ക്. ഇവനാ മോളെ നിന്റെ മുന്ന.
വേഗം വിളിക്കേ, ഡോക്ടറെ വിളിക്കേ, ഡോക്ടറെ വിളിക്കടാ, ഡോക്ടറെ. എന്റെ മുന്നേ കൊതി തീരോളം ഞാനൊന്ന് കണ്ടോട്ടെ. അവളുടെ അനിയത്തി ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ശിവനെ ഞങ്ങൾക്ക് തന്ന എവളെ അങ്ങ് വിട്ടുതരാം. അവർക്ക് രണ്ടും കൊടുത്തിട്ട് അനിയത്തി വിളിച്ചോണ്ട് പോ. അത് മാത്രമല്ല, എനിക്ക് എന്റെ ഏട്ടനെയും വേണം. എന്റെ ഏട്ടൻ എന്റെ ജീവനം. മുന്നപ്പെട്ടെന്ന് വാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും.